മൂന്നാം ദിവസത്തെ പ്രവർത്തനത്തിലേക്ക് നമുക്ക് കടക്കാം. പ്രവർത്തനം 10 കഥ പറയാം. ചിത്രം നോക്കി കഥ എഴുതൂ. അപ്പോൾ ചിത്രത്തിലൊരു ആമയും തവളയും, തവളയാണെങ്കിൽ ഒരു കുട പിടിച്ചിട്ടുണ്ട് അല്ലേ, ഇലക്കുട. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളൊരു കഥ. ഇലക്കുട എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഇലക്കുട. എന്നിട്ടോ, ആമ വന്നു, തവള ചാടി, ആമയുടെ പുറത്ത് കയറി, കുട പിടിച്ചു, അവർ നടന്നു. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കാവുന്ന രീതിയിൽ കുഞ്ഞു കഥ എഴുതരുത്. പ്രവർത്തനം 11. ഞാൻ ബിഗു. യോജിച്ച നിറം നൽകൂ. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം കണ്ടെത്തി മുകളിലെ ചിത്രത്തിന് നിറം നൽകണം. പെട്ടെന്ന് 2 വരച്ചാൽ എത്രയാണ് കിട്ടുക? 6. അപ്പോൾ 6 വരുന്നിടത്ത് നമ്മൾ ഏത് നിറം കൊടുക്കണം? ചുവപ്പ്. ഇവിടെ 6 കണ്ടെത്തുക, എന്നിട്ട് അവിടെ ചുവപ്പ് കൊടുക്കുക. ഈ രീതിയിൽ ഉത്തരം കിട്ടുന്ന നമ്പറൊക്കെ അതിന് നേരെയുള്ള നിറം കൊടുക്കണം. 14 7 വരച്ചാൽ 7, അതിൻ്റെ മഞ്ഞ. 9 5 വരച്ചാൽ 4, അവിടെ നീല. 7 2 വരച്ചാൽ 5, അവിടെ പച്ച. 6 3 വരച്ചാൽ അവിടെ 3, കറുപ്പ്. അടുത്തത് പ്രവർത്തനം 12 ബിഗുവിൻ്റെ ഡയറി. വായിക്കൂ. ഞാൻ നല്ല ഉറക്കമായിരുന്നു. അയ്യോ രക്ഷിക്കണേ എന്ന നിലവിളി കേട്ടു. ഞാൻ ഉണർന്നു താഴേക്ക് നോക്കി. പുഴയിൽ നിന്നും തവളയുടെ നിലവിളി കേട്ടു. തവള ആമയുടെ പുറത്തിരുന്നാണ് നിലവിളിക്കുന്നത്. മുമ്പിൽ ഒരു മുതല വാ പിളർന്നു നിൽക്കുന്നു. ഞാൻ അവരുടെ ഇടയിലേക്ക് പറന്നിറങ്ങി. ഭും ഭും എന്ന് ഉറക്കെ ഒച്ചയുണ്ടാക്കി. മുതല പേടിച്ചോടി. തവളയും ആമയും ചിരിച്ചു. അപ്പോൾ ഇതാണ് ബിഗുവിൻ്റെ ഡയറി. ഈ റോബോട്ടിൻ്റെ ഡയറി ആയത്. ഇനി ഇന്നലെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ചേർത്ത് ഡയറി എഴുതും. എൻ്റെ ഡയറി. ഇവിടെ നിങ്ങളുടെ ഡയറി എഴുതണം. ഇന്നലെ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടന്നു. നല്ല രസമായിരുന്നു. എനിക്ക് കേക്ക് കിട്ടി. ഇവിടെ ഒരു ചിത്രവും വരയ്ക്കാം. ഇതാണ് ഡയറിയുടെ പ്രവർത്തനം. നമ്മൾ വളരെ എളുപ്പമുള്ള പ്രവർത്തനമാണ്. എല്ലാ ദിവസവും ഡയറി എഴുതുന്ന കൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ ഇത് പൂർത്തിയാക്കാൻ പറ്റും. അടുത്തത് 3 പൂക്കൾ. വായിക്കൂ, വരച്ച് ചേർക്കൂ. ഇതിൽ ഓരോരോ പൂക്കളുടെയും പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മാച്ച് ആവില്ല. ഏതാണെന്ന് കണ്ടെത്തിയിട്ടത് മാച്ച് ചെയ്യണം. ഒരു ഇതൾ പൂവ് നിറം നൽകാൻ ഉപയോഗിക്കുന്നു. ധാരാളം ഇതളുകളുണ്ട്. കുഞ്ഞു പൂവ് വെള്ള നിറത്തിൽ മാത്രം, പല നിറത്തിൽ കാണാം. വലിയ ഇതളുകൾ. 3 പൂക്കളുണ്ട്. തുമ്പ, ചെമ്പരത്തി, മല്ലിക. ഇനി ഇതിനെ മാച്ച് ചെയ്യാം. 5 ഇതളുണ്ട്. ഒരു ഇതൾ പൂവ് നിറം നൽകാൻ ഉപയോഗിക്കുന്നു. ചെമ്പരത്തി. ധാരാളം ഇതളുകളുണ്ട്. മല്ലികയ്ക്കുണ്ട്, ചെമ്പരത്തിക്കുണ്ട്. കുഞ്ഞു പൂവ് തുമ്പ. വെള്ള നിറത്തിൽ മാത്രം തുമ്പ. പല നിറത്തിൽ കാണാം. മല്ലികയുണ്ട്, ചെമ്പരത്തിയുണ്ട്. വലിയ ഇതളുകൾ ചെമ്പരത്തിക്ക്. ഇതിൽ ഒരു ഇതൾ എന്നുള്ളത് തുമ്പക്ക് മാച്ചാവുന്നതല്ല. ശരിക്കും തുമ്പക്ക് ഒരിതളല്ല. അത് വേണമെന്നില്ല, മാച്ചാക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി പരീക്ഷ ആശംസിക്കുന്നു. ഓക്കെ.